അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് August 15 ആണല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനുണ്ട്, ബഗ്ഗു ഉണ്ട്, അമ്മയുണ്ട്. ബഗ്ഗുവിന് റെയിൻകോട്ട് ഇട്ടെടുത്തത് മഴയാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ മഴക്കാർ പോയി. ഗൈസ് എൻ്റെ ഒരു സാധനമുണ്ട്, കണ്ട ബുഷ്. ഇത് അമ്മ മേടിച്ചു തന്നതാണ് ഗൈസ്. കഴിഞ്ഞ വർഷം മേടിച്ചാണ്, എന്നാലും അത് ഞങ്ങൾ അലക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലോട്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് 2 ഫ്ലാഗ് കൂടെ വാങ്ങിച്ചാൽ പോയത്. ഫ്ലാഗ് ഇല്ലാതെ എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ ഫ്ലാഗ് വാങ്ങിക്കാൻ ഇന്നലെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഫ്ലാഗ് ഫ്രണ്ടിൽ ബഗ്ഗു കൈ പിടിച്ചുകൊണ്ടാണ് പോയത്. സകലവർക്കും ഫ്ലാഗും കാണിച്ച് ഇൻഡിപെൻഡൻസ് ഡേ വിഷൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ പാറി പറന്നാണ് പോയത് കേട്ടോ. പോകുന്ന വഴിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു. പക്ഷേ സ്കൂളിൽ സമയം 9 മണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ കിച്ചുവിന് ഇന്ന് സ്പീച്ച് ഉള്ളതുകൊണ്ട് ചെറിയ തരത്തിൽ ടെൻഷൻ ഉണ്ടായത്. പോകുന്ന വഴിക്ക് എൻ്റെ പമ്പും കാണുന്നുണ്ട്, പക്ഷേ അവിടെ ഒന്നും കയറിയില്ല, ആരെയും കണ്ടില്ല. ഞങ്ങൾ നേരെ സ്കൂളിലോട്ട് വിട്ടു. സ്കൂളിൽ പോകാൻ സമയമായോ ലേറ്റായോ എന്നുള്ള ടെൻഷനിലായിരുന്നു. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ എത്തുമ്പോഴത്തേനും അവിടെ കൂടുതൽ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിലോട്ട് എത്തി. കുട്ടികൾ നേരെ കുറവായിരുന്നു കേട്ടോ, കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവേ ഇൻഡിപെൻഡൻസ് ഡേക്ക് എല്ലാ കുട്ടികളും വരേണ്ടതാണ്, പക്ഷെ വന്നിട്ടില്ല. കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിംഗ്, നമ്മുടെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സെലിബ്രേഷൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കും പറ്റി എന്നുള്ളതാണ്. അങ്ങനെ സ്കൂളിൻ്റെ ഹൈലൈറ്റായിട്ട് നമ്മുടെ ബാലതാമ്പയും അതുപോലെ തന്നെ ഗാന്ധിജിയും ഝാൻസി റാണിയും നേതാജിയും അങ്ങനെ എല്ലാവരുടെ വേഷത്തിലും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പാവം ബഗ്ഗുവിനെ ഒരുക്കണമെന്നായിരുന്നു, പക്ഷേ ഒരുക്കി കൊണ്ടുപോകണം എന്നുള്ള മെസ്സേജ് ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ ഞാനത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ യൂണിഫോമിലായിരുന്നു പോയത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ലാസ്റ്റ് സ്പീച്ച് ഉണ്ടായിരുന്നു കിച്ചുൻ്റെ, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ എല്ലാ പരിപാടിയും കാണാൻ ഞാൻ നിന്നില്ല, അതിന് മുന്നേ തന്നെ ഞാൻ വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.